തട്ടിപ്പിൽ കൂടുതൽ ഇരകൾ ദുരിത കഥകളുമായി രംഗത്ത് വരികയാണ്. മകളുടെ ചികിത്സയ്ക്കായി ലോൺ ആപ്പിനെ ആശ്രയിച്ച് പണം എടുത്തു കുടുങ്ങിയ അമ്പൂരി സ്വദേശി സാദിഖിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ടറിനോട്. പണം കിട്ടിയില്ല എങ്കിൽ കൊന്നുകളയുമെന്നും മകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്നും സംഘം ഭീഷണിപ്പെടുത്തുകയാണ്. കൊലവിളി കാരണം ഉറക്കം പോയി എന്നും മനക്കരുത്തുള്ളതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത് എന്നും സാദിഖ് പറഞ്ഞു. ലോണാപ്പിന്റെ ചതിക്കുഴിയിൽപ്പെട്ട ആര്യനാട് സ്വദേശിയായ 21-കാരൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ലോണാപ്പിന്റെ കൂടുതൽ ഇരകൾ നമ്മളെ തേടിയെത്തുകയാണ്. എനിക്കിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം അമ്പൂരി സ്വദേശി സാദിഖാണ്. ഈ സാദിഖ് ഇത്തരത്തിൽ ലോണാപ്പിലൂടെ ലോൺ എടുക്കാൻ ശ്രമം നടത്തുകയും ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ഭീഷണിയിലുമാണ് സാദിഖ് ഉള്ളത്. ഈ സാദിഖിനോട് തന്നെ സാദിഖിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു ലോണാപ്പിലേക്ക് പോകുന്നത്? അതേ, കുഞ്ഞിന് സുഖമില്ലാതായപ്പോൾ പെട്ടെന്നൊരു എമർജൻസിക്ക് സുഹൃത്ത് പറഞ്ഞു ഓൺലൈനിൽ എടുക്കാനാണ് പറഞ്ഞത് ലോണ്. അപ്പോൾ പെട്ടെന്ന് കിട്ടും ആ ഒരു പ്രതീക്ഷയിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവർ നമുക്ക് ലോൺ തരാമെന്നൊരു ആപ്ലിക്കേഷനിലേക്ക് ആദ്യം കൊണ്ടുപോയി. അതിൽ നിന്ന് വേറൊരു ആപ്ലിക്കേഷനിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും അതിൽ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു. സബ്മിറ്റ് ചെയ്ത് ഫോൺ നമ്പർ ആഡ് ചെയ്ത് OTP വാങ്ങിച്ച ശേഷം ഫോട്ടോ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ട്രാപ്പിലായി. ഇതാണ് അവരുടെ സംഭവം. ഇപ്പോൾ എന്താ അവസ്ഥ? ഒരു സമാധാനവുമില്ല. 2 ദിവസമായിട്ട് അവരിങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തി വല്ലാത്തൊരവസ്ഥയില്ല. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ ആയനോടുള്ള ആ ചെക്കൻ മരിച്ചു പോയത് ഇത്രയും വലിയ ബുദ്ധിമുട്ടായിട്ടാണ്. ഞാൻ ഇച്ചിരി മനസ്സിന് കട്ടിയുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. അവരെന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? അവരിപ്പോൾ എൻ്റെ ഫോട്ടോ, എൻ്റെ മാമൻ്റെ ഫോട്ടോ, എൻ്റെ മാമന്മാരെ, എൻ്റെ ഒരു അനിയ ചെക്കൻ്റെ ഒരു പെങ്ങളെ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് മോർഫ് ചെയ്ത് എൻ്റെ വാട്സപ്പിലേക്ക് തന്നെ എനിക്ക് അയച്ചു തന്നു. അതുപോലെ ഇനി അവർ അയച്ചു തരുമെന്ന് അവർ ഭീഷണിയായിട്ടാണ് വരുന്നത്. ആദ്യം അവർ 4000 സംതിങ് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം 10,000 ചോദിക്കുന്നു. ഇപ്പോഴും നിരന്തരം ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പരാതിപ്പെട്ടിരുന്നോ? ഞാൻ ഇതുവരെ പരാതിപ്പെട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഈ മെസ്സേജെല്ലാം വന്ന് കയറിയത്. ഒരു സെക്കൻഡ് അടിസ്ഥാനത്തിലാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓഫീസിലോട്ട് വന്നതും ഈ ചെക്കൻ മരണപ്പെട്ട വാർത്ത കണ്ടിട്ടാണ്, ഞാൻ റിപ്പോർട്ടറിൻ്റെ വാർത്ത കണ്ടാണ് ഓടി വന്നത്. അപ്പോൾ റിപ്പോർട്ട് ചാനൽ അടുത്താണല്ലോ. അപ്പോൾ ഞാൻ നിന്നിടത്ത് അടുത്തായതുകൊണ്ട് ഓടി വന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിയുന്നത്. ഇവർ ഈ കോള് വരുന്നുണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ അതിൽ വിളിച്ചെന്താണ്? ഭീഷണിയാണോ അതോ തെറിയാണോ? ആദ്യം ഹിന്ദി സംസാരിക്കുന്നു, പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. പൈസ പേ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ വക വരുത്തും എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഫോൺ കട്ടാക്കും. പിന്നെ അവർ ഫോണൊന്നും എടുക്കുന്നില്ല. ഞാൻ കട്ട് ചെയ്ത് വിട്ടതിൻ്റെ വാശിക്കാണ് അവർ എൻ്റെ ഫോട്ടോസ് മോർഫ് ചെയ്ത് സെക്ഷൽ ഫോട്ടോസൊക്കെ വെച്ച് ഇങ്ങനെ അയച്ചയക്കുന്നത്. അതിലൊരു പെൺകുട്ടിയുണ്ട്. അത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഫോണിൽ എവിടെ നിന്ന് വന്ന് കയറിയതായിരിക്കാം. ഇനിയിപ്പോൾ അവരാദ്യം വെച്ചതാണെന്ന് എനിക്കറിയില്ല. ഒരു കൊച്ചു മോനുണ്ട്. ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി ഇതുപോലുള്ള മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ്, സാദിഖിനെയും ആനന്ദിനെയും പോലുള്ള ഇരകൾ നിരവധിയാണ്. കാരണം ഇത്തരത്തിൽ ലോണാപ്പിന്റെ ചതിക്കുഴിയിൽപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിലും ഭീഷണിയിലും ജീവിക്കുന്ന നിരവധി പേരാണ് ഈ സമൂഹത്തിലുള്ളത്. അത് താങ്ങാൻ പറ്റാതെയാണ് ആനന്ദിനെ പോലെയുള്ളവർ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സർക്കാരിന്റെയും സൈബർ സെല്ലിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഫോൺ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ലോൺ വേണോ എന്ന് ചോദിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. കോളുകൾ നമ്മളെ തേടി വരും. പെട്ടെന്ന് കിട്ടും. ബാങ്കിലേക്ക് പോവേണ്ട, ക്യൂ നിൽക്കേണ്ട, ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ട, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ അത് നമ്മുടെ ജീവൻ വെച്ചുള്ള ഒരു ചൂതാട്ടമായി മാറും എന്നുള്ള കാര്യത്തിൽ ഇനി സംശയം വേണ്ടതില്ല.